അഡ്വക്കേറ്റിന്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകളെ നിർദ്ദേശങ്ങളാണ്. അതിൽ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്തു 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട്, കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6ന്റെയും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു. ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തുവിടാവുന്നതാണ്. കോടതിയിൽ അവരെ എഴുതി കൊടുത്ത ബീഫ് ഈറ്റിംഗ് സീൻ. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അവരെ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. മനസ്സിലായോ? അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ്, കോടതി സമ്മതിച്ചാണ്. അപ്പൊ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു അഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട്. അത് ഞാൻ വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അങ്ങനെ മാറ്റി. ഡോറ ബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഗണപതി വട്ടം, അത് ചിദംബര വട്ടാക്കി. ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കി. വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല. ഒരു മതത്തെയും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടുള്ള സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ്. പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ആവുന്നത്? ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം, എല്ലാ വിഷയങ്ങളും പറഞ്ഞ്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർടൈനറിൽ ഞങ്ങൾ 1 or 2 മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന് ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ഈ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്.